നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ഡിസംബർ 30 മുതൽ ജനുവരി 5 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ വാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. അശ്വതി, ഏറ്റെടുത്ത പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. ഭരണി, സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളുണ്ടാകും. പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും. സംയുക്ത സംരംഭത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി സ്വന്തമായി പ്രവർത്തികൾ ചെയ്യുവാൻ വ്യാപൃതനാകും. കാർത്തിക, സ്വജനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനാൽ സന്തോഷമുണ്ടാകും. അപേക്ഷിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനമെടുക്കും. രോഹിണി, മാതാപിതാക്കൾക്ക് അത്യുന്നതി ഉണ്ടാകും. വ്യാപാര വ്യവസായ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകും. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. മകയിരം, കലാകായിക മത്സരങ്ങളിൽ പ്രോത്സാഹനവും അംഗീകാരങ്ങളും ലഭിക്കും. ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ജന്മനാട്ടിലേക്ക് യാത്ര തിരിക്കും. ഭാര്യ ഭർത്തൃ ഐക്യത ഉണ്ടാകും. തിരുവാതിര, ബന്ധുസഹായത്താൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കും. ഭർത്താവിനൊപ്പം താമസിക്കുവാൻ വിദേശയാത്ര പുറപ്പെടും. ആരോഗ്യം ഗുണകരമായിരിക്കും. വിദ്യാപുരോഗതി ഉണ്ടാകും. പുണർദം, വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ഉപരിപഠനത്തിൽ വിജയമുണ്ടാകും. വിതരണ സമ്പ്രദായം വിപുലീകരിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. പൂയം, ചിന്തകളാൽ സൽക്കർമ്മ പ്രവണതകൾ വർദ്ധിക്കും. പൊതുപ്രവർത്തനത്തിൽ നിന്നും പിന്മാറുവാൻ നിർബന്ധിതനാകും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. ആയില്യം, ഔദ്യോഗികമായി വിദേശയാത്രകൾ വേണ്ടിവരും. പുത്രന്റെ നിർബന്ധത്താൽ പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തയ്യാറാകും. പദ്ധതി ആസൂത്രണത്തിൽ വിജയം കൈവരിക്കും. മകം, ദാമ്പത്യ ഐക്യമുണ്ടാകും. സന്താനങ്ങളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സാഹസ പ്രവർത്തികളിൽ നിന്നും ചെറിയ തോതിൽ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനാൽ സൂക്ഷിക്കുക. പൂരം, ഭക്ഷണ ക്രമീകരണവും പ്രാണായാമവും ശീലിക്കും. ദുഷ്കീർത്തി ഒഴിവാക്കുവാൻ സംഘ നേതൃത്വ സ്ഥാനം ഒഴിയും. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യവും ശ്രദ്ധിക്കുക. ഉത്രം, ധനാഗമനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണിത്. എന്നാൽ വഞ്ചനയിൽ അകപ്പെടാനും പണനഷ്ടത്തിനുമുള്ള യോഗവും കാണുന്നുണ്ട്, അതിനാൽ ശ്രദ്ധ വേണം. വ്യാപാരം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉത്സാഹികളായ ജോലിക്കാരെ നിങ്ങൾ നിയമിക്കും. അത്തം, വിദ്യാർത്ഥികൾക്ക് അനുകൂല അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ഐക്യതയും സമാധാനവും ഉണ്ടാവും. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം നിങ്ങൾക്ക് ലഭിക്കും. ചിത്തിര, ആത്മീയ പ്രവർത്തനങ്ങളാൽ മനസ്സമാധാനം കൈവരും. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണിത്. കാർഷിക വിളകളിൽ നിന്നും നേട്ടമുണ്ടാകും. ചോതി, മാതാപിതാക്കളുടെ നിർബന്ധത്താൽ സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും. വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും. വിദ്യാപുരോഗതി ഉണ്ടാവും. ആരോഗ്യം ഗുണകരമായിരിക്കും. വിശാഖം, ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമുണ്ടാകും. പുത്രന്റെ ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ആദർശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. അനിഴം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആത്മനിർവൃതി ഉണ്ടാവും. മാതാപിതാക്കളോടൊപ്പം താമസിക്കുവാൻ വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. വിദ്യാപുരോഗതി കാണുന്നു. തൃക്കേട്ട, വ്യാപാര വ്യവസായ മേഖലകളിൽ പുതിയ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കും. സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാകും. കുടുംബസമേതം അന്യദേശത്തേക്ക് താമസം മാറ്റും. മൂലം, തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. പൂരാടം,
പുത്രിക്ക് ഉപരിപഠനത്തിനനുസരിച്ച ഉദ്യോഗം ലഭിച്ചതിനാൽ ആശ്വാസമുണ്ടാകും. ബന്ധുജന സഹായത്താലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്തും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. ഉത്രാടം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സുഖവും ഉണ്ടാകും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. തിരുവോണം. വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചു തുടങ്ങും. പുതിയ ആത്മബന്ധം ഉടലെടുക്കും. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കുന്നത്. അവിട്ടം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ജീവിത പങ്കാളിയിൽ നിന്നും ആശ്വാസവചനങ്ങൾ കേൾക്കാനിടവരും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ചതയം. നിലവിലെ ഉദ്യോഗത്തിൽ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിച്ചു ലഭിക്കും. ഉപകാരം ചെയ്തു കൊടുക്കുന്നവരിൽ നിന്നും പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ്. പൂരുരുട്ടാതി. പുതിയ വ്യാപാര വ്യവസായം തുടങ്ങുന്നതിന് വിദഗ്ധ ഉപദേശം തേടും. കടം കൊടുക്കരുത്, അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരാഴ്ചയാണിത്. ഉത്രട്ടാതി. പുതിയ വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്ത് നിങ്ങൾ ആർജിക്കും. സന്താന സംരക്ഷണം ആശ്വാസത്തിന് വഴിയൊരുക്കും. രേവതി. ഗവൺമെൻറ് ഉദ്യോഗം ലഭിച്ചതിനാൽ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കാൻ ഇടവരും. ഏറ്റെടുത്ത കർമ്മപദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ആഴ്ചയായിരിക്കും ഇത്. ആരോഗ്യം ഗുണകരമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.